ഹായ് ഫ്രണ്ട്സ്, ഈ കഴുകിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ഗോതമ്പ്. ഗോതമ്പ് ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരണ്ടല്ലോ അല്ലേ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗോതമ്പ് ചോറാണ് കാണിക്കുന്നത്. അത് നല്ല കല്ലിൻ്റെ ഒരലിലിട്ട് കുത്തിയെടുത്ത ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ ഗോതമ്പ് ചോറ്. അപ്പോൾ ഗോതമ്പ് നല്ല വൃത്തിയിൽ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വെയിലത്തിട്ട് ഒന്ന് ഉണക്കിയെടുക്കണം. അധികം ഉണങ്ങണ്ട. ഈ വെള്ളം നല്ലപോലെയുള്ള വെള്ളമൊക്കെ ഒന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെയിലത്തിടാം. അധികം ഉണക്കിയെടുക്കണ്ട, അപ്പോൾ കുത്തിയാൽ ശരിയാവില്ല. ചെറുതായിട്ടൊന്ന് ഉണക്കിയെടുത്താൽ മതി. ഇനി ഇത് അവിടെ കിടന്നങ്ങോട്ട് വലിഞ്ഞോട്ടെ. ഇതിപ്പോൾ വെള്ളമൊക്കെ വലിഞ്ഞ് ഉമ്മതെടുത്തുകൊണ്ട് അകത്തോട്ട് പോയിട്ടോ. അപ്പോൾ ഇനി നമുക്കത് ഒരലിട്ട് കുത്താം. ഒരല് ഞങ്ങൾ വീട്ടിലില്ല, തൊട്ടപ്പുറത്തെ വീട്ടിലാണുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പോഴുള്ള കുത്തൊക്കെ കൊള്ളാൻ റെഡി ആയിട്ട് നമ്മുടെ ഗോതമ്പ് അവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒരലൊന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അതൊന്ന് കഴുകി വൃത്തിയാക്കുകയാണ്. ഉമ്മയാണ് കഴുകുന്നത്. അപ്പോൾ കഴുകി വൃത്തിയാക്കി നമ്മൾ ഗോതമ്പൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഓലൊക്കെ എടുത്തിട്ട് അതങ്ങോട്ട് കുത്താം. അപ്പോൾ ഉമ്മ ഡ്യൂട്ടി ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കാണാൻ നല്ല രസമാണ്, ഇങ്ങനെ ഉരലിട്ട് കുത്തുന്നത് കാണാൻ. പക്ഷെ കാണുന്ന അത്ര ഭംഗിയില്ല കേട്ടോ. ആ ഉരലിട്ട് ഇങ്ങനെ കുത്താൻ ഇത്തിരി റിസ്ക് പിടിച്ച പണിയാണ്. പണ്ട് ചെറുപ്പത്തിൽ വീട്ടിൽ ഉരലുണ്ടായ ടൈമിൽ ഉമ്മയൊക്കെ ഇങ്ങനെ കുത്തുമ്പോൾ ഭയങ്കര കൊതിച്ചിരുന്നു. അതൊന്ന് കിട്ടിയതുപോലെ കുത്താൻ പറ്റിയിരുന്നെങ്കിൽ. പക്ഷെ ആ ടൈമിലൊന്നും കൈ തരില്ലല്ലോ കുത്തി നോക്കാനൊന്നും. ഊതി മാറ്റാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒന്ന് അവർക്കൊന്നും കൈ തന്നോന്ന് വരും. പക്ഷെ ഇപ്പോൾ എനിക്ക് കുത്താൻ പറ്റിയ അവസ്ഥയിലല്ല. ഈ സമയത്ത് നല്ല ആന കുത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. ഇനി ഈ കുത്തി ആയിട്ടുള്ള ഗോതമ്പൊക്കെ ഒരു മുറത്തിലിട്ട് അതിൻ്റെ ഉമിയൊക്കെ ഒന്ന് തട്ടിക്കളയണം കേട്ടോ. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഗോതമ്പ് കൂടി ഇങ്ങനെ കുത്തി ശരിയാക്കിയെടുക്കണം. അങ്ങനെ ആ ഗോതമ്പും കുത്തിയെടുത്ത് ഉമിയൊക്കെ കളഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ കുത്തിയെടുത്ത ഗോതമ്പ്. ഇനി ഈ കുത്തിയെടുത്ത ഗോതമ്പുമായിട്ട് നമുക്ക് വീട്ടിൽ പോവാം. ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്കതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയെടുക്കാം. ഈ 2 മുറി തേങ്ങയാണ് അതിലേക്ക് ചിരകിയെടുക്കാൻ പോകുന്നത്. ആ 2 മുറി തേങ്ങയും അങ്ങനെ ചിരകിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഉള്ള കുത്തൊക്കെ കൊണ്ട് റെഡിയായി വന്നിട്ടുള്ള ഗോതമ്പിനെ നമുക്ക് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ രാത്രിയാണ് ഇത് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമുക്ക് രാവിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ രാത്രി തന്നെ അത് വേവിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. കുക്കറിലിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നല്ലപോലെ വിസിലടുപ്പിച്ച് അത് വേവിച്ച് വെക്കുക, ഓഫാക്കി വെക്കുക. എന്നിട്ട് രാവിലെ എണീച്ചിട്ട് അതൊന്ന് നെയ്യിലൊന്ന് തൂമിച്ചെടുത്താൽ മതി. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതൊന്നും കൂടി ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അങ്ങനെ നല്ല വൃത്തിയിൽ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്കിട്ട് വേവിക്കാം. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വിസിലടിപ്പിക്കുക കേട്ടോ. തേങ്ങ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിക്കാം. അങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിത് കുക്കറിൽ അടച്ചു വെച്ച് വേവിക്കാം. ഈ 4 വിസിലടിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് ആവി കളഞ്ഞ് തുറന്നെടുക്കണം. നമ്മുടെ തേങ്ങ ഇനിയാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിക്കണം. ഏകദേശം ഒരു 6-7 വിസിലെങ്കിലും ഇനി അടുപ്പിക്കണത്, എന്നാലേ അത് വെന്ത് വരുള്ളൂ. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് കിച്ചണിൽ കയറി. രാവിലെ നല്ല മഴയുണ്ടായിരുന്നു പുറത്ത് കേട്ടോ. ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് തുടങ്ങി. നമുക്കിനി നമ്മുടെ ഗോതമ്പ് ചോറ് എന്തായെന്ന് നോക്കാം. ഇത് നമ്മുടെ ഗോതമ്പ് ചോറ് നല്ല വേവായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നെയ്യ് ഒഴിച്ച് തൂമിക്കണം. അങ്ങനെ നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ടിട്ട് നമുക്കൊന്ന് തൂമിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് ഗോതമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ നെയ്യും ഉള്ളിയും ഒക്കെ എല്ലായിടത്തും എത്തണം. ഇനി ഇതിൽ നിന്ന് കുറച്ച് ഒരു പാത്രത്തിലേക്ക് എടുത്ത് കുറച്ച് പാലൊഴിച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് സ്പൂൺ വെച്ച് കോരിക്കഴിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.